ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. 2021 നടന്ന GK പാർട്ടിലുള്ള 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു എക്സാം നമുക്കറിയാം, ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് അടുത്ത എക്സാം ഉടനെ തന്നെ നടക്കുന്നതാണ്. സോ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ കണക്റ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദയർ ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്? സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുക. മലയാളം ട്രാൻസ്ലേഷനിൽ ചിലപ്പം ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇതിപ്പോൾ നിലവിൽ എത്ര ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്? ഇവിടെ ആൻസർ വരുന്നത് 25 ഓക്കെ, 25 ഹൈക്കോടതികളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. സോ ഹൈക്കോടതികൾ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഹൈക്കോടതി വീതമല്ല. ചിലപ്പോൾ ഓരോ അതായത് ഇന്ന സ്റ്റേറ്റിന് ഒരു ഹൈക്കോടതി എന്ന രീതിയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ്, ഗ്രൂപ്പ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, ഇതിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിലായിരിക്കും ഒരു ഹൈക്കോർട്ടായിട്ട് വരുന്നത്. ഈ രീതിയിൽ പല രീതിയിൽ വരാം. ഇപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി നോക്കുകയാണെങ്കിൽ, കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ കീഴിൽ വരുന്നത് കേരളം മാത്രമല്ല, ലക്ഷദ്വീപും വരുന്നുണ്ട്. സോ അതിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഈ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ലക്ഷദ്വീപിനെ കർണാടക അല്ലെങ്കിൽ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ അത് കേരള ഹൈക്കോടതിയുടെ കീഴിലാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, സോ നിലവിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. സോ ആദ്യത്തെ ഹൈക്കോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ്. 1862 ഫോം ചെയ്തതാണ് കൽക്കട്ട ഹൈക്കോടതി. ഓക്കെ, കൽക്കട്ട, മദ്രാസ്, അതുപോലെ 3 ഹൈക്കോടതികളാണ് ഇന്ത്യയിൽ ഫോം ചെയ്തത്. സോ കൽക്കട്ടയാണ് അതിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്തത്. ഓക്കെ, 1862. ഗുവാഹട്ടി ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് ഫോം ചെയ്ത ഹൈക്കോർട്ടാണ്. ഓക്കെ, ഗുവാഹട്ടി ഹൈക്കോർട്ട് ഹാസ് എ ലാർജസ്റ്റ് നമ്പർ ഓഫ് സീറ്റ്സ്. സോ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു ഗുവാഹട്ടി ഹൈക്കോർട്ടിന്റെ കീഴിൽ വരുന്നത്? ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. സോ നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഇത്രയും സ്റ്റേറ്റ്സിന് സ്വന്തമായിട്ട് ഒരു ഹൈക്കോടതി ഇല്ല. അവയെല്ലാം വരുന്നത് ആസാമിന്റെ ഹൈക്കോർട്ടായ ഗുവാഹട്ടിയുടെ കീഴിലാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഗുവാഹട്ടി ഹൈക്കോർട്ടിലാണ് ഇത്രയും സ്റ്റേറ്റ്സിന്റെ ഹൈക്കോർട്ട്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരള ഹൈക്കോർട്ടിൽ വരുന്നത് കേരളവും ലക്ഷദ്വീപ് ഐലൻഡും ആണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളും കൂടി ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഹംപി, ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വിച്ച് വാസ് പാർട്ട് ഓഫ് വിജയനഗര എംപയർ is located in. ഹംപി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഹംപി എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉള്ള ഒരു സിറ്റി ആണ്. സോ ഈ ഒരു സിറ്റി അല്ലെങ്കിൽ ഹംപി സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഇവിടെ ഉത്തരം വരുന്നത് കർണാടകയാണ്. കർണാടകയുടെ ഭാഗമാണ് ഹംപി. സോ ഹംപിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ എത്ര എണ്ണം ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര സൈറ്റ്സ് ആണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ നമ്മുടെ പഠിത്തം ഒന്ന് ഫോക്കസ് ചെയ്യാം. സോ നമുക്ക് ഹംപിയെ കുറിച്ച് നോക്കാം. ഹംപി എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഓക്കെ, സൈറ്റ് വാസ് ദ ലാസ്റ്റ് ക്യാപിറ്റൽ ഓഫ് ദ കിങ്ഡം ഓഫ് വിജയനഗർ. ഓക്കെ, these Dravidian temples and palaces were built by rulers of Vijayanagar between 14th and 16th century. ഓക്കെ, ആ ഒരു കാലഘട്ടത്തില് വിജയനഗര എംപയറിലെ രാജാക്കന്മാര് ബിൽഡ് ചെയ്തതാണ് ഈ ഒരു ദ്രാവിഡിയൻ ടെമ്പിൾസ് ഒക്കെ. ഓക്കെ, ഹംപി വാസ് ഡിക്ലെയർഡ് ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ. എന്നാണ്? 1986 ഓക്കെ, റീസെന്റ് ആയിട്ട് നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റീസ് ഉണ്ട്. 2023 ഈ ഒരു കാലഘട്ടം വരെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വരെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഹംപിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുക. ഓരോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകളും നോക്കുക. സോ എല്ലാം നമുക്ക് ഏകദേശം 40-അടുത്തെങ്ങാണ്ടും ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ, എല്ലാ ഹെറിറ്റേജ് സൈറ്റ്സ് ഏതൊക്കെയാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ആരാണ് ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്? ആരാണ്? സോ ഇവിടെ ആൻസർ
വർഗീസ് കുര്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ധവള വിപ്ലവം, പാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപ്ലവമാണ് വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലെ MS സ്വാമിനാഥൻ എന്നൊരാളെ കാണാം. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഗ്രീൻ റെവല്യൂഷന്റെ പിതാവാണ്. ഓക്കെ, ഹരിത വിപ്ലവം, ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ലോകത്തില് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിരുന്നു വെച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, സോ ഈ ഫാക്ട്സും കൂടി ഓർത്ത് വെക്കുക. MS സ്വാമിനാഥൻ ആണ് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. സോ അദ്ദേഹം 2023 അന്തരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹരിത വിപ്ലവത്തെ കുറിച്ച് പഠിക്കുക, ധവള വിപ്ലവത്തെ കുറിച്ച് പഠിക്കുക, പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചും പഠിച്ചു വെക്കുക. ഓക്കെ, സോ റെവല്യൂഷൻസ് പലതുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ബ്ലൂ റെവല്യൂഷൻ ഉണ്ട്, സമുദ്ര വിഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള. അങ്ങനെ പിങ്ക് റെവല്യൂഷൻ, അതുപോലെ ബ്രൗൺ റെവല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ബ്ലൂ റെവല്യൂഷൻ, നീല വിപ്ലവം. ഓക്കെ, മഞ്ഞ വിപ്ലവം ഉണ്ട്, എണ്ണക്കുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ബ്രൗൺ വിപ്ലവം ഉണ്ട്, തുകൽ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. സോ അങ്ങനെ പ്രധാനപ്പെട്ട റെവല്യൂഷൻസ് ഏതൊക്കെയാണെന്നും കൂടി നോക്കി വെക്കുക. ഓക്കെ, സോ ഡോക്ടർ വർഗീസ് കുര്യൻ is called the father of white revolution in India. White revolution was one of the biggest dairy development. Okay, so dairy development ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1970-ലുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. സോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ റെവല്യൂഷനും. സോ റീസെന്റ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഗ്രീൻ റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു മേഖല വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. A monument which was not built by Emperor ഷാജഹാൻ. ഓക്കെ, ഷാജഹാൻ ബിൽഡ് ചെയ്യാത്തതാണ്, നോട്ട് ബിൽഡ് ബൈ എംപറർ ഷാജഹാൻ. സോ ഓപ്ഷൻസ് നോക്കാം. റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, താജ് മഹൽ, ജുമാ മസ്ജിദ്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? കുത്തബ് മിനാർ ആണ്. ആരാണ് കുത്തബ് മിനാർ ബിൽഡ് ചെയ്തത്? കുത്തബ് മിനാറിന്റെ ബിൽഡ് ചെയ്തത് കുത്തുബുദ്ദീൻ ഐബക്ക് ആണ്. ഓക്കെ, സോ അദ്ദേഹം വരുന്നത് ഏത് എംപയറിന്റെ കീഴിലാണ്? അദ്ദേഹം വരുന്നത് ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റ് ആയിട്ടാണ് കുത്തുബുദ്ദീൻ ഐബക്ക് വരുന്നത്. മുഗൾ രാജവംശം അല്ല, ഡൽഹി സുൽത്താനേറ്റ് രാജവംശത്തിലാണ് കുത്തുബുദ്ദീൻ ഐബക്ക് വരുന്നത്. അദ്ദേഹമാണ് കുത്തബ് മിനാർ ബിൽഡ് ചെയ്തത്. ബാക്കിയെല്ലാം ഷാജഹാന്റെ ആണ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട മിഡിവൽ ഇന്ത്യയിലെ രാജവംശങ്ങളും അവയിലെ രാജാക്കന്മാരും പ്രധാനപ്പെട്ട ബിൽഡിങ്സ്, അതുപോലെ നമ്മുടെ റൈറ്റിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മുടെ മിഡിവൽ ഇന്ത്യയിൽ നിന്ന് ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ നമുക്ക് ഷാജഹാന്റെ പ്രധാനപ്പെട്ട ബിൽഡിങ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. റെഡ് ഫോർട്ട് ഉണ്ട്, ചെങ്കോട്ട, ഡൽഹിയിലെ ചെങ്കോട്ട വരുന്നുണ്ട്. താജ്മഹൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ട് ബിൽഡ് ചെയ്തതാണ് താജ്മഹൽ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, റെഡ് ഫോർട്ട് ഡൽഹിയിലാണ്, താജ്മഹൽ ആഗ്രയിലാണ്, മോട്ടി മസ്ജിദ് ഉണ്ട്, അത് ആഗ്രയിലാണ്, ജമാ മസ്ജിദ് ഡൽഹിയിലാണ്, പീകോക്ക് ത്രോൺ, അദ്ദേഹത്തിന്റെ പീകോക്ക് ത്രോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്നല്ല, തഖ്ത് ഹൗസ്. ഇപ്പൊ കറന്റ് അത് ഇന്ത്യയിൽ ഇല്ല അല്ലേ, നമ്മുടെ മയൂര സിംഹാസനമാണ്. ഇംഗ്ലണ്ടിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ. സോ പീകോക്ക് ത്രോൺ, തഖ്ത് ഹൗസ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആണ്. ഓക്കെ, കുത്തബ് മിനാർ ഇൻ റെഡ് ആൻഡ് ബഫ് സാൻഡ്സ്റ്റോൺ ഇസ് ദ ഹയസ്റ്റ് ടവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹയസ്റ്റ് ടവർ ആണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചതാണ് കുത്തബ് മിനാറും. Okay, the construction of Qutub Minar was started by Qutbuddin Aibak and was completed by Iltutmish. തുടക്കം കുറിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. അദ്ദേഹവും ഡൽഹി രാജവംശത്തിലെ ഒരു പ്രധാനപ്പെട്ട എംപറർ ആയിരുന്നു. കുത്തബ് മിനാർ is a soaring 73-meter high tower of victory built in 1193 by Qutbuddin Aibak immediately after the defeat of Delhi's last Hindu kingdom. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആരാണ് ബിൽഡ് ചെയ്തത്, ഏത് രാജവംശത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. സോ ഇത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, കോവാക്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കോവാക്സിൻ ഇസ് എ COVID-19 വാക്സിൻ ഡെവലപ്ഡ് ബൈ.
ഓക്കെ, സോ 2021 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോവിഡിന് ശേഷം നടക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ ചോദിച്ചതാവാം. സോ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ചോദ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് കാണാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? കോവാക്സിൻ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ആരാണ്? ഭാരത് ബയോടെക് ആണ്. ഓക്കെ, കോവാക്സിൻ ഭാരത് ബയോടെക് ആണ് ഡെവലപ്പ് ചെയ്തത്. സി, ഇതാണ് കോവാക്സിൻ, ഭാരത് ബയോടെക് ആണ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ ആണ് കോവിഷീൽഡ്. ഇതൊക്കെ ആ ഒരു എക്സാമിൽ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലായിരിക്കാം ചോദ്യമായിട്ട് വന്നത്. ഇപ്പൊ കറന്റ് ഉള്ള എക്സാംസിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. കോവിഡിന് ശേഷം ഏകദേശം എത്ര വർഷങ്ങൾ കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നീടും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും കോവിഡിനെ കുറിച്ച് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത നോക്കാം. 6ാമത്തെ ചോദ്യം. സയന്റിസ്റ്റ് ഹു ലേഡ് ദ സോളിഡ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിന്റെ ഫൗണ്ടേഷൻ ആരായിരുന്നു? അതിന്റെ ഫൗണ്ടേഷൻ ലേഡ് ചെയ്ത സയന്റിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോമി ജെ ബാബ, അബ്ദുൾ കലാം, കസ്തൂരി രംഗൻ, വിക്രം സാരാഭായ്. ആരായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിക്രം സാരാഭായ് ആണ് അല്ലേ? സോ അതിൽ പ്രധാനപ്പെട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള, സ്പേസ് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള, അതുപോലെ അറ്റോമിക് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി പോർഷനിൽ നിന്നുള്ള നല്ല നല്ല ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ്. അദ്ദേഹം ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ആണ് വിക്രം സാരാഭായ്. അതുപോലെ തന്നെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ബാബ, ഹോമി ജെ ബാബ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആണവോർജവുമായിട്ട് ബന്ധപ്പെട്ട ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ആരാണ്? APJ അബ്ദുൾ കലാം. സോ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചന്ദ്രയാൻ 3, ആദിത്യ L1, ഇങ്ങനത്തെ ഗഗൻയാൻ, ഇങ്ങനത്തെ പ്രൊജക്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, സോ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കറന്റ്ലി ഉള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് പബ്ലിഷ്ഡ് ബൈ ദ ഫോമർ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇൻ 2020. ഓക്കെ, ഇതും ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് പ്രോമിസ്ഡ് ലാൻഡ് ആണ്. അദ്ദേഹം 2020 2 വോളിയം ആയിട്ട് പ്രസിദ്ധീകരിച്ച, അതിൽ ആദ്യത്തെ വോളിയം പബ്ലിഷ് ചെയ്തതാണ് 2020 ബറാക് ഒബാമയുടെ പുസ്തകമാണ് പ്രോമിസ്ഡ് ലാൻഡ്. ഓഡാസിറ്റി ഓഫ് ഹോപ്പ് അദ്ദേഹത്തിന്റെ തന്നെയാണ്. സോ ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2020 നടന്നൊരു കാര്യമാണ് 2021 ചോദിച്ചത്. സോ അത് ഇനിയും ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ കറന്റ്ലി ഉള്ള കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളും ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രോമിസ്ഡ് ലാൻഡ് ഇസ് എ മെമ്മോയർ ബൈ ബറാക് ഒബാമ, ദ 44th president of US from 2009 to 2017. Published on November 17, 2020. It is the first of a planned 2-volume series. ഓക്കെ, ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ചോദ്യമായിട്ട് വന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ള ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ്. സോ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ആദ്യത്തെ മന്ത്രിസഭയുടെ എല്ലാ ക്യാബിനറ്റിലുള്ള എല്ലാവരെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺ മത്തായി ആരായിരുന്നു? ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നു? ആദ്യത്തെ നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ BR അംബേദ്കർ ആയിരുന്നു, ലോ മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? സോ ഇവരെല്ലാവരും അവരുടെ പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഏതാണെന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ, രാജ്കുമാരി അമൃത് കൗർ ആകെ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ ആണ്. ഈ ഒരു ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഫീമെയിൽ. അഗ്രികൾച്ചർ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫുഡിന്റെ മേഖലയായിരുന്നു അദ്ദേഹം. സോ അങ്ങനെയുള്ള മിനിസ്ട്രീസിൽ, ആദ്യത്തെ മിനിസ്ട്രിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ റീസെന്റ് വന്നിട്ടുള്ള ക്യാബിനറ്റും മിനിസ്റ്റേഴ്സും. ഓക്കെ, ഓരോ മിനിസ്റ്റേഴ്സും
നരേന്ദ്രമോദി ഗവൺമെന്റിലെ ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വല്ലഭായ് പട്ടേൽ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ, BR അംബേദ്കർ ഫസ്റ്റ് ലോ മിനിസ്റ്റർ, ജോൺ മത്തായി മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. വർത്തമാന പുസ്തകം ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം വാസ് റിട്ടൺ ബൈ. ആരാണ് വർത്തമാന പുസ്തകം? മലയാളത്തിലെ ആദ്യത്തെ ഒരു സഞ്ചാരം ട്രാവലോഗ് ആരായിരുന്നു? യാത്രാ വിവരണമാണ്. ആരായിരുന്നു അത്? സോ ഇവിടെ ആൻസർ വരുന്നത് പാറേമക്കൽ തോമ കത്തനാർ. ഓക്കെ, പാറേമേക്കാൽ തോമ കത്തനാറാണ് ഉത്തരം വരുന്നത്. സോ വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാളത്തിലെ യാത്രാ വിവരണം രചിച്ചത് പാറേമേക്കാൽ തോമ കത്തനാറാണ്. സോ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. അതായത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ആദ്യത്തെ നോവൽ കുന്തലതയാണ്. ആരാണ് കുന്തലത എഴുതിയത്? അപ്പു നെടുങ്ങാടി. ഓക്കെ, അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? അത് ഇന്ദുലേഖയാണ്. O. ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖയാണ് ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. കുറ്റാന്വേഷണ നോവൽ ഏതാണ്? അപ്പൻ തമ്പുരാന്റെ ഭാസ്കര മേനോൻ. അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കര മേനോനാണ് ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ. അതുപോലെ സൈബർ നോവൽ ഏതാണ്? M. മുകുന്ദന്റെ നൃത്തം. ഓക്കെ, M. മുകുന്ദൻ രചിച്ച നൃത്തമാണ് ആദ്യത്തെ സൈബർ നോവൽ. M. മുകുന്ദൻ ആരായിരുന്നു? M. മുകുന്ദനെ കുറിച്ച് ഓർത്തു വെക്കാം. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന M. മുകുന്ദനാണ് നൃത്തം എന്ന സൈബർ നോവൽ രചിച്ചത്. അടുത്തത് യാത്രാ വിവരണം. നമ്മൾ പറഞ്ഞ പോലെ വർത്തമാന പുസ്തകം പാറേമേക്കൽ തോമ കത്തനാറിന്റെ ആണ്. രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. രാഷ്ട്രീയ നാടകം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി. അത് ആരുടെയാണ്? K. ദാമോദരന്റെ ആയിരുന്നു. ചരിത്ര നോവൽ ആരുടെയാണ്? C.V. രാമൻപിള്ള രചിച്ച മാർത്താണ്ഡ വർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. ഇത് മാത്രമല്ല, ഒരുപാട് സാഹിത്യ കൃതികളുണ്ട് മലയാളത്തിലെ ആദ്യത്തെ എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ. സോ അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു കണക്റ്റഡ് ഫാക്ട്സ് മാത്രമല്ല, ഖണ്ഡകാവ്യം ഉണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ബുക്കർ പ്രൈസ് ദ പ്രസ്റ്റീജിയസ് ലിറ്റററി അവാർഡ് ഇസ് ഗിവൺ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ജോണർ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, ലിറ്ററേച്ചറിലെ ഏത് വിഭാഗത്തിനാണ് ബുക്കർ പ്രൈസ് നൽകുന്നതെന്നാണ്. സോ ഇവിടെ ഉത്തരം വരുന്നത് നോവൽ വിഭാഗത്തിനാണ്. ഓക്കെ, നോവൽ വിഭാഗത്തിനാണ് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. സോ ബുക്കർ പ്രൈസ് ദ പ്രസ്റ്റീജിയസ് ബ്രിട്ടീഷ് അവാർഡ് ഗിവൺ ആനുവലി ടു എ ഫുൾ ലെങ്ത് നോവൽ ഇൻ ഇംഗ്ലീഷ്. 2023 ബുക്കർ പ്രൈസ് വിന്നർ ആരായിരുന്നു? പോൾ ലിങ്സ് ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫറ്റ് സോങ്ങിനാണ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, 2024 ബുക്കർ പ്രൈസ് വിന്നർ ആരാണ്? കൈറോസ് ബൈ ജെന്നി എർപെൻബെക്ക്. ജെന്നി എർപെൻബെക്കിന്റെ കൈറോസിനാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത്. സോ ഇത് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പഠിച്ചു വെക്കാം. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു പ്രൈസ് ലഭിച്ച ആൾക്കാരാണ് 1971 VS നൈപോൾ ഇൻ എ ഫ്രീ സ്റ്റേറ്റ്. അതുപോലെ 1981 സൽമാൻ റുഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ. അതുപോലെ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഓക്കെ, കിരൺ ദേശായിയുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. അരവിന്ദ് അഡിഗയുടെ വൈറ്റ് ടൈഗർ വളരെ ഫേമസ് ആണ്. ഗീതാഞ്ജലി ശ്രീ എഴുതിയ ടോംബ് ഓഫ് സാൻഡ്. ഇതെല്ലാം ബുക്കർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരാണ്. സോ അതിന്റെ വർഷവും ആൾക്കാരും കൃതികളും ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹു among the following is considered as the father of English poetry? സോ ഇംഗ്ലീഷ് പോയിട്രിയുടെ ഫാദർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ആരായിരിക്കും? വില്യം ഷേക്സ്പിയറിനെ ആയിരിക്കും. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോഫ്രി ഷോസർ. സോ ഇതൊരു ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, GK പാർട്ടിലേക്ക് വന്നതാണ്. സോ ഓർത്ത് വെക്കുക, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി ആരാണ്? ജോഫ്രി ഷോസർ ആണ്. ഓക്കെ, he is also known as the father of English literature and English poetry. Okay, അടുത്ത ചോദ്യം നോക്കാം. The movement started by Greta Thunberg for climate legislation. അത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അത് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. സോ ഈ ഒരു ഇവന്റ് നടക്കുന്നത് 2018 ഓക്കെ,
2018 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആയിരുന്നു ഗ്രേറ്റ തൻബർഗും അതുപോലെ ആ ഒരു മൂവ്മെന്റും. ഓക്കെ, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇത് കറണ്ട് അഫെയർസ് എന്ന രീതിയിലാണ് ചോദ്യമായിട്ട് വന്നത്. സോ കറണ്ട് അഫെയർസിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ അഫെയർസ് ആണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ ഇസ് എ യൂത്ത് ലെഡ് ആൻഡ് ഓർഗനൈസ്ഡ് മൂവ്മെന്റ് that began in August 2018 after 15-year-old Greta Thunberg and other young activists sat in front of the Swedish parliament every school day for 3 weeks to protest against the lack of action on the climate crisis. She posted what she was doing on Instagram and Twitter and it soon went viral. അതാണ് ഈ ഒരു സംഭവം. അടുത്ത ചോദ്യം നോക്കാം. Right to Information Act was passed in India in the year ഏത് വർഷമാണ്? സോ PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നാണ് പാസ് ചെയ്തത്? 2005 ഓക്കെ, സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. റൈറ്റ് ടു ഇൻഫോർമേഷൻ is a right granted to every citizen of India under the Right to Information Act 2005 and it came into force on 12th October 2005. Okay, October 12, 2005. Institutions under the purview of RTA Act. അപ്പോൾ ഈ RTA ആക്ടിന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? All the constitutional bodies at center and state, that is legislature, executive, judiciary, NGOs owned or financed by government, privatized public utility companies. ഇതെല്ലാം RTA ആക്ടിന് കീഴിൽ വരുന്നതാണ്. എന്നാൽ ഇതിന് എക്സെപ്ഷൻസ് ആയിട്ട് വരുന്ന ഏതാണ്? എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? സെൻട്രൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ്. ഓക്കെ, സെൻട്രൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ്. ഈ ഒരു ഏജൻസിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളും വിവരങ്ങളും ഒന്നും തന്നെ സാധാരണക്കാർക്ക് ലഭിക്കില്ല. അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ വരെ അല്ലെങ്കിൽ രാജ്യത്തിന് ഡേഞ്ചർ ആവുന്ന കാര്യങ്ങളൊക്കെ വരെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കുന്ന ഏജൻസീസ് ആണ്. സോ അടുത്ത വിവരങ്ങൾ പുറത്തു വരില്ല. ഏജൻസീസ് ഓഫ് സ്റ്റേറ്റ് വിച്ച് ആർ സ്പെസിഫൈഡ് ത്രൂ നോട്ടിഫിക്കേഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നത്. സോ ആ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 ദ നാഷണൽ ഗാർഡിയൻ ഓഫ് ഹിന്ദു മൈനർ ബോയ് ഓർ അൺമാരീഡ് ഗേൾ ഈസ് ആരായിരിക്കും? ആളുടെ ഫാദർ ആയിരിക്കും. ഓക്കെ, വിവാഹിത അല്ലാത്ത പെൺകുട്ടിയുടെ അതുപോലെ ഹിന്ദു മൈനർ ആയിട്ടുള്ള ആൺകുട്ടിയുടെയും ഗാർഡിയൻ ആരായിരിക്കും? നാച്ചുറലി ആളുടെ പിതാവായിരിക്കും അല്ലെ, ഫാദർ ആയിരിക്കും. സോ ഈ പേഴ്സണൽ ലോസ് എന്ന് പറയുമ്പം അത് പല റിലീജിയനിലുള്ളവർക്കുണ്ട്. കറന്റ് നോട്ട് ഓൺലി മുസ്ലിംസ് ബട്ട് ഓൾസോ ഹിന്ദുസ്, ജെയിൻസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ്, പാഴ്സീസ് ആൻഡ് ജൂസ് ആർ ഗവർൺ ബൈ their own personal laws. Okay, personal laws are determined based on the religious identity. Okay, so religious identityയുടെ ബേസിലാണ് പേഴ്സണൽ ലോസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഇതിന് പകരമായിട്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് പാസ് ചെയ്യാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. DPSP-യിലാണ് അത് മെൻഷൻ ചെയ്യുന്നത്. അതായത് ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ. അത് ഏതാണ്? അത് ഗോവയാണ്. അപ്പോൾ ഓരോ റിലീജിയനും ഓരോ നിയമത്തിനും പകരം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കോഡ്, അതാണ് ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യം. The Dravidian language spoken by the highest number of people in India. So ഇന്ത്യയിൽ ദ്രാവിഡിയൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് ദ്രാവിഡിയൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്? തെലുഗു, തമിഴ്, കന്നഡ, മലയാളം. സോ അതിന്റെ ഉത്തരം വരുന്നത് തെലുഗു ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് തെലുങ്കാണ്. ഓക്കെ, സോ Dravidian in the south of India, languages from the Dravidian family are predominant. ഏതൊക്കെയാണ് ദ്രാവിഡിയൻ ലാംഗ്വേജിൽ വരുന്നത്? മലയാളം, തമിഴ്, കന്നഡ, തോഡ, തെലുഗു, കൊടഗ്രി ആൻഡ് ബദഗ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് തെലുങ്കാണ്. ഹയസ്റ്റ് സ്പീക്കിംഗ് ദ്രാവിഡിയൻ ലാംഗ്വേജ് തെലുഗു. കറന്റ് there are 6 languages. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി. ഈ ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയ നിലവിൽ 6 ലാംഗ്വേജസ് ആണ് ഇന്ത്യയിലുള്ളത്. 6 languages that enjoy that classical language അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റേറ്റസ് ഇൻ ഇന്ത്യ. സോ അതിന്റെ ഓർഡർ നമുക്ക് നോക്കാം. 2004 തമിഴിന് കിട്ടി,
2005 സാൻസ്ക്രിറ്റിന് ലഭിച്ചു, 2008 കന്നഡയ്ക്ക് ലഭിച്ചു, അതുപോലെ 2008 തെലുങ്കുവിന് ലഭിച്ചു, മലയാളത്തിന് ലഭിച്ചത് 2013 അവസാനമായിട്ട് കിട്ടിയത് 2014 ഒഡിയക്കാണ്. ഓക്കെ, അങ്ങനെ 6 ലാംഗ്വേജസ് ആണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. All the classical languages are listed in the 8th schedule of the Constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാമത്തെ ഷെഡ്യൂളാണ് ലാംഗ്വേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Which among the following state does not have its own high court? സോ നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഈ ആൻസർ ചെയ്യാവുന്നതാണ്. ഏത് സ്റ്റേറ്റിനാണ് സ്വന്തമായിട്ട് ഹൈക്കോടതി ഇല്ലാത്തത്? സോ നമ്മൾ ഗുവാഹട്ടി ഹൈക്കോടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിസോറാമിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. മിസോറാമിന് സ്വന്തമായി ഹൈക്കോടതി ഇല്ല, അത് ഗുവാഹട്ടി ഹൈക്കോടതിന് കീഴിലാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ആസാം, നാഗാലാൻഡ്, മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ് ഇതെല്ലാം വരുന്നത് ഗുവാഹട്ടി ഹൈക്കോടതിന് കീഴിലാണ്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ പഠിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ഇനിഷ്യേറ്റഡ് എ റെവല്യൂഷൻ ബൈ കോൺസിക്രേറ്റിംഗ് ആൻ ഐഡൽ ഓഫ് ലോർഡ് ശിവ അറ്റ്. സോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മുടെ കേരള റിനൈസൻസ് നവോത്ഥാനത്തിലെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണല്ലോ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ശിവപ്രതിഷ്ഠയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് ഇംഗ്ലീഷ് മനസ്സിലാത്തവർ നേരെ മലയാളം നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ശിവപ്രതിഷ്ഠ എവിടെയാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ശിവപ്രതിഷ്ഠ അരുവിപ്പുറം ആണ് അല്ലേ? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888 ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. ഓക്കെ, ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്? അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് 1888. അവിടെയാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്, ഈ ഒരു വാചകമുള്ളത്. അതുപോലെ കാരമുക്കിൽ നടന്ന ദ്വീപ പ്രതിഷ്ഠയുണ്ട്, ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠയുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ. ഓക്കെ, ഈ പ്രതിഷ്ഠകളൊക്കെ ഓർത്തു വെക്കാം. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ SNDP കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ശ്രീനാരായണ ഗുരു മാത്രമല്ല, പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ എല്ലാവരെയും കുറിച്ച് ചോദിക്കാം. ഓക്കെ, വൈകുണ്ഠസ്വാമികളെ കുറിച്ച് ചോദിക്കാം, അതുപോലെ നമ്മുടെ വാഗ്ഭടാനന്ദനെ കുറിച്ച് ചോദിക്കാം, അയ്യങ്കാളിയെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സ്വദേശാഭിമാനി ദ മലയാളം ന്യൂസ് പേപ്പർ ഓഫ് വിച്ച് രാമകൃഷ്ണ പിള്ള വാസ് ദ ചീഫ് എഡിറ്റർ വാസ് ഫൗണ്ടഡ് ബൈ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാന്നാണ്. ഓക്കെ, ഫൗണ്ടഡ് ബൈ ആരാണ് അതിന്റെ ഫൗണ്ടർ? നമ്മളെല്ലാവരും ഓർത്തിരുന്നത് രാമകൃഷ്ണ പിള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് രാമകൃഷ്ണ പിള്ള. പക്ഷെ അദ്ദേഹം ഇതിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. ഇത് ഫൗണ്ടർ ആരാണ്? വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ഈ ഒരു പത്രത്തില് പത്രം മൂലം നാടുകടത്തപ്പെട്ട ചീഫ് എഡിറ്റർ ആണ് രാമകൃഷ്ണ പിള്ള. ഓക്കെ, സോ അത് ഓർത്ത് വെക്കാം. ഇതും നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇന്ത്യൻ ലാംഗ്വേജ് ഹാസ് ഒബ്റ്റെയിൻഡ് ജ്ഞാനപീഠ് ദ ഹൈയസ്റ്റ് ലിറ്റററി അവാർഡ് ഇൻ ഇന്ത്യ ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ്? ഏറ്റവും കൂടുതൽ തവണ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് ഭാഷക്കാർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹിന്ദി ഭാഷയിലാണ്. ഓക്കെ, ഹിന്ദി ഭാഷയിലാണ് 11 തവണ ഈ ഒരു അവാർഡ് ലഭിച്ച് ഏറ്റവും കൂടുതൽ തവണ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി ഭാഷയിലാണ്. ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ഇസ് ദ ഹൈയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡ് പ്രസന്റഡ് ആനുവലി ബൈ ഭാരതീയ ജ്ഞാനപീഠ്. ഓക്കെ, ഒരു ഓഥറിന്, ഒരു സാഹിത്യ കർത്താവിനാണ് അല്ലെങ്കിൽ സാഹിത്യ കൃതിക്കാണ് നമ്മൾ ജ്ഞാനപീഠ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷ് ഇസ് കൺസിഡർഡ് അലോങ് വിത്ത് അതർ ഇന്ത്യൻ ലാംഗ്വേജ് ഫോർ ദിസ് അവാർഡ്. ഓക്കെ, ഇംഗ്ലീഷും മറ്റ് ഇന്ത്യൻ ലാംഗ്വേജിന്റെ കൂടെ ഈ ഒരു അവാർഡിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെ 2018 ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരാൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അമിതാവ് ഘോഷിനാണ്. ഓക്കെ, അമിതാവ് ഘോഷിനാണ് 2018. ആദ്യത്തെ അവാർഡ് ലഭിച്ച ആർക്കാണ്? അതൊരു മലയാളിക്കാണ് അല്ലേ? ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ജി ശങ്കരക്കുറുപ്പിന് 1965 ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് ലഭിച്ചത്. സോ അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു 2024. ആർക്കാണ് കിട്ടിയത്? ഉറുദു കവിയായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ഈ 2 പേർക്കാണ് നിലവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 58ാമത്തേത് 2024 പ്രഖ്യാപിക്കപ്പെട്ടത്. അതും കൂടി കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. സോ നമ്മൾ സാഹിത്യം, പുരസ്കാരം ഈ മേഖലകളിൽ നിന്നും
കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, the two planets which came closer to each other in the grand conjunction of 21st December 2020. ഇത് 2021 ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ചോദിച്ചിരുന്നത്. സോ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ദ ഗ്രേറ്റ് കൺജങ്ഷൻ ആരൊക്കെ തമ്മിലാണ്? ജൂപ്പിറ്ററും സാറ്റേണും തമ്മിലാണ്. ഓക്കെ, സോ അത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ദ കെമിക്കൽ നെയിം ഓഫ് അജിനോമോട്ടോ. PSC ചോദ്യമാണ്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അജിനോമോട്ടോയുടെ കെമിക്കൽ പേര്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ഓക്കെ, അജിനോമോട്ടോയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. സോ പ്രധാനപ്പെട്ട എല്ലാ എലമെന്റ്സിന്റെയും കെമിക്കൽ നെയിംസ് ഓർത്ത് വെക്കുക. അജിനോമോട്ടോ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. കെമിസ്ട്രിയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ ടീം വിച്ച് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മാക്സിമം നമ്പർ ഓഫ് ഫുട്ബോൾ വേൾഡ് കപ്പ്. ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീം ഏതാണ്? ബ്രസീലാണ്. ഓക്കെ, ബ്രസീലാണ് ഉത്തരം വരുന്നത്. സോ സ്പോർട്സിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെ, സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. സോ ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ ഫിഫ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ള രാജ്യവും ബ്രസീലാണ്. 5 തവണയാണ് ഫിഫ ടൈറ്റിൽ ബ്രസീലിന് ലഭിച്ചത്. 2022 ഫിഫ വേൾഡ് കപ്പിന് ചോദ്യം പ്രതീക്ഷിക്കാം കറണ്ട് അഫയേഴ്സ് ആയിട്ട്. ഖത്തറിലാണ് നടന്നത്. ഓക്കെ, 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ്. So it was the first World Cup ever to be held in Arab world. Okay, ഒരു അറബ് രാഷ്ട്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ആണ് ഖത്തറിൽ വെച്ച് നടന്ന 2022 ഫിഫ വേൾഡ് കപ്പ്. ആരാണ് ജയിച്ചത്? അർജന്റീനയാണ് ജയിച്ചത്. ഓക്കെ, അർജന്റീനയായിരുന്നു വിന്നർ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. 23ാമത്തെ ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു സ്കോർ എ സെഞ്ചുറി ഇൻ T20 ഇന്റർനാഷണൽ മാച്ച്. ആരാണ്? T20 ഇന്റർനാഷണൽ മാച്ചിൽ ആദ്യത്തെ ക്രിക്കറ്റർ ടു സ്കോർ എ സെഞ്ചുറി ആരാണ്? സുരേഷ് റെയ്നയാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇത് ക്രിക്കറ്റിൽ നിന്നുള്ള സ്പോർട്സിൽ നിന്നുള്ള ക്രിക്കറ്റിന്റെ മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. സോ പ്രധാനപ്പെട്ട കുറച്ച് റെക്കോർഡ്സ്, കറന്റ്ലി ഉള്ള പ്രധാനപ്പെട്ട റെക്കോർഡ്സും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, T20 നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സുരേഷ് റെയ്ന ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ടു സ്കോർ എ സെഞ്ചുറി ഇൻ T20 ഇന്റർനാഷണൽ മാച്ച് ആയിരുന്നു. വിരാട് കോഹ്ലി ഈ ഇടയ്ക്ക് ഒരു റെക്കോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം history becomes the first player to hit 3000 runs across T20 and 50 over World Cups. അത് ഓർത്ത് വെക്കുക. രോഹിത് ശർമ്മയ്ക്കും ഉണ്ട് ഫസ്റ്റ് ഇന്ത്യൻ മെയിൽ ക്രിക്കറ്റർ ടു പ്ലേ 100 matches of T20 format. Okay, first Indian male cricketer to play 100 matches of T20 format. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ സ്പോർട്സിലുള്ള പ്രധാനപ്പെട്ട ക്രിക്കറ്റേഴ്സിന്റെ അവരുടെ റെക്കോർഡ്സ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം. ദ വൈറ്റമിൻ വിച്ച് എയ്ഡ്സ് ബ്ലഡ് കോട്ടിംഗ്. ഇത് നമുക്ക് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ്. ഓക്കെ, വൈറ്റമിൻ K ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ. സോ വൈറ്റമിൻസും അവയുടെ ബെനിഫിറ്റ്സും അവ ഇല്ലാതെ വരുമ്പോൾ ഡെഫിഷ്യൻസി ഡിസീസസ് ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, സി നമുക്കറിയാം. സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. ഓക്കെ, K ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. സോ വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ എലമെന്റ് ഹാവിംഗ് നോ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഇറ്റ്സ് ആറ്റം. ന്യൂട്രോൺ ഇല്ലാത്ത എലമെന്റ് ഏതാണ്? സിമ്പിൾ ആണ്, ഹൈഡ്രജൻ ആണ്. സോ സയൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. SCERT NCERT പോയിന്റിൽ ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ഹൈഡ്രജൻ ആണ് ന്യൂട്രോൺ ഇല്ലാത്ത, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം. ഏക അറ്റോമിക ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആറ്റം ഡസ് നോട്ട് ഹാവ് എനി ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ടൈനി ന്യൂക്ലിയസ്. അതിന് എന്തൊക്കെയുള്ളത്? ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അണ്ടർ വിച്ച് ഹൈക്കോർട്ട് ഡസ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് കംസ്. സോ നമ്മൾ ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞു. ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടിലാണ് വരുന്നത്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ വരുന്നത് കൽക്കട്ടയുടെ കീഴിലാണ്. കൊൽക്കട്ട ഹൈക്കോടതിയുടെ കീഴിലാണ്. ഓക്കെ, സോ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ സ്റ്റേറ്റ് വെയർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇതും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ആ രീതി നമ്മൾ PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് എടുക്കാം. സോ അത് കേരളത്തിലാണ് അല്ലേ. EVM ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തത് കേരളത്തിലാണ്. കേരളത്തില് നോർത്ത് പറവൂരാണ്. ഓക്കെ, നോർത്ത് പറവൂരിലാണ് ഇത് ആദ്യമായിട്ട്
യൂസ് ചെയ്തത്. ഓക്കെ, EVM is first used in 1982 in the by-election to North Paravur Assembly Constituency in Kerala. അതൊന്ന് ഓർത്ത് വെക്കാം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹയസ്റ്റ് പ്ലേറ്റ്യൂ റീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേറ്റ്യൂ റീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ഹയസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം, ഉയർന്നതാണ്. ഉയർന്ന പീഠഭൂമി ഏതാണ്? ഓബിയസ്ലി അത് ലഡാക്കാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാനാണ്. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യമാണ്. ലഡാക്ക് പ്ലേറ്റ്യൂ is the highest plateau in India, being over 3000 meters high, extends from the Himalayas to Kunlun ranges in it and includes upper Indus River Valley. Okay, Deccan Plateau is the largest plateau in India which spreads over 8 states. Okay, 8 സ്റ്റേറ്റ്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡെക്കാൻ പ്ലാറ്റോ ആണ് ഏറ്റവും വലുത്. ഏറ്റവും ഉയരം കൂടിയത് ലഡാക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. Which of the following union territories in India were merged in 2019? 2019 ലയിപ്പിക്കപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയെന്നാണ്. സോ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു. ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് മെർജ് ചെയ്തിട്ടാണ് 2019 ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്ന് പറഞ്ഞ് ഒറ്റ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയത്. ഓക്കെ, ഇൻ November 2019 Government of India introduced legislation to merge the union territories of Dadra and Nagar Haveli and Daman and Diu into a single union territory to be known as Dadra and Nagar Haveli and Daman and Diu. ഇപ്പൊ നിലവിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിലുള്ളത്? 8 എണ്ണമാണ് അല്ലേ? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ്, ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ലഡാക്ക്. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കറന്റ്ലി ഇന്ത്യയിലുള്ളതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. A disease which is prevalent for a long time in population in a particular area is called എന്താണ്? അത് എൻഡമിക് ആണ്. സോ ഇതും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ഈ ചോദ്യം വന്നത്. പക്ഷെ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻഡമിക് എന്താണ്? പാൻഡമിക് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഔട്ട്ബ്രേക്ക് ഓഫ് എ ന്യൂ ഡിസീസ്. ഗ്ലോബലി ഔട്ട്ബ്രേക്ക് ആയിട്ടുള്ള പുതിയൊരു ഡിസീസിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. എൻഡമിക് എന്താണ്? എൻഡമിക് is a disease outbreak confined to a particular geographical region and is consistently present over a long period of time. അങ്ങനെയുള്ള രോഗങ്ങളാണ് നമ്മൾ എൻഡമിക് എന്ന് പറയുന്നത്. ഇനി ഒരു എപ്പിഡമിക് ഉണ്ട്. എപ്പിഡമിക് എന്താ? is the spread of disease to a large population at a rapid pace in a short period of time. So ഈ 3 ടൈപ്സും അറിഞ്ഞു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആറന്മുള ബോട്ട് റേസ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബോട്ട് റേസസ് ഇൻ കേരള, ഇസ് ഹെൽഡ് അറ്റ്. ആറന്മുള വള്ളംകളി വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ വള്ളംകളിയാണ്. ഇന്ത്യയിലല്ല, കേരളത്തിലെ. സോ ഈ ഒരു വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പ നദിയിലാണ് അല്ലേ? പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. സോ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് പ്രധാനപ്പെട്ട ബോട്ട് റേസസും എവിടെയാണ് നടക്കുന്നത് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ്? പുന്നമട കായലിലാണ് അല്ലേ? ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്നത്. ചമ്പക്കുളം മൂലം ബോട്ട് റേസ് എവിടെയാണ്? ചമ്പക്കുളം വള്ളംകളി പമ്പ നദിയിലാണ് അല്ലേ? അതുപോലെ ആറന്മുള വള്ളംകളിയും പമ്പ നദിയിലാണ്. പ്രസിഡൻസ് ട്രോഫി എവിടെയാണ്? പ്രസിഡൻസ് ട്രോഫി അത് അഷ്ടമുടി കായലിലാണ് അല്ലേ? അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. സോ ഈ ഒരു വള്ളംകളികളും അത് നടക്കുന്ന വെന്യൂസും ഓർത്തു വെക്കാം. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. ഇന്റർനാഷണൽ ട്രീറ്റി പാരീസ് അഗ്രിമെന്റ് ഡീൽസ് വിത്ത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇന്റർനാഷണൽ ട്രീറ്റി പാരീസ് അഗ്രിമെന്റ്? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ട്രീറ്റീസ് ഏതൊക്കെയാണ്? പാരീസ് അഗ്രിമെന്റ് ഉണ്ട്, കിയോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, എന്താണ്? UNFCCC. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ട്രീറ്റീസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 33ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് കപ്പാസിറ്റി ഓഫ് കമ്പ്യൂട്ടർ സ്റ്റോറേജ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം ഓർഡർ എന്താ വരുന്നത്? നമുക്ക് ആദ്യം വരുന്നത് KB ആണ്, ബൈറ്റ്സ്. ബൈറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്നത് KB ആണ്. ഒരു ബൈറ്റ് വരുന്നുണ്ട്, പിന്നെ കിലോ ബൈറ്റ് വരുന്നുണ്ട്. കിലോ ബൈറ്റ് കഴിഞ്ഞ് എന്താ വരുന്നത്? മെഗാബൈറ്റ് ആണ് അല്ലേ? പിന്നെ വരുന്നത് MB ആണ്, മെഗാബൈറ്റ്. പിന്നെ വരുന്നത് ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഓക്കെ, പിന്നെയാണ് പീറ്റ ബൈറ്റ് വരുന്നത്. സോ ഇവിടെ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? മെഗാബൈറ്റ്, ജിഗാബൈറ്റ്,
അത് കഴിഞ്ഞ് വന്ന ടെറാബൈറ്റ് പീറ്റാബൈറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കിലോബൈറ്റ് കഴിഞ്ഞ് മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പീറ്റാബൈറ്റ്. ഓക്കെ, ഇത് നമ്മുടെ IT നിന്നുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. The draft of the Temple Entry Proclamation issued in Travancore on 12th November 1936 by Maharaja Chitra Tirunal Balarama Varma was prepared by. So നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം ആരാണ് പ്രഖ്യാപിച്ചത്? ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായ ചിത്ര തിരുനാൾ. ഓക്കെ, അദ്ദേഹമാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത്. എന്നായിരുന്നു? November 12, 1936. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു. സോ ഇത് എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ്. ഇതും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് അറിയാൻ സാധ്യതയില്ല. സോ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്, ആരാണ് അത് പ്രഖ്യാപിച്ചത്, എന്നാണ് നടന്നതെന്നൊക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്ന കവിയാണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, സോ Temple Entry Proclamation was issued by Maharaja Chitra Tirunal Balarama Varma November 12, 1936. The proclamation abolished the ban of so-called low caste people or Avarnas from entering Hindu temples in the princely states of Travancore, now part of Kerala. തിരുവിതാംകൂറിൽ അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകിക്കൊണ്ടുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊക്ലമേഷൻ ആയിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത്, the district in Kerala which has got the maximum number of municipalities. ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റീസ് ഉള്ളത്? എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റീസ് ഉള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് ഉള്ളത് എവിടെയാണ്? മലപ്പുറം ആണ്. ഓക്കെ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത്. ഓക്കെ, സോ 13 മുനിസിപ്പാലിറ്റീസോട് കൂടി എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ. 16 ബ്ലോക്ക് പഞ്ചായത്തോടു കൂടി തൃശ്ശൂർ ജില്ല. 94 ഗ്രാമപഞ്ചായത്തോടു കൂടി മലപ്പുറം ജില്ല. ഇത് മൂന്നും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ റോങ് കോമ്പിനേഷൻ. വേൾഡ് വൈഡ് വെബ് ആരുടെയാണ്? വേൾഡ് വൈഡ് വെബ് ടിം ബേണേഴ്സ്-ലീ ആണ്. കറക്റ്റ് ആണ്. സെൽഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? സെൽഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ. കറക്റ്റ് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനാക്ക്. അതും കറക്റ്റ് ആണ്. അയൺ ബോക്സ് കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ ആണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. അയൺ ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? അയൺ ബോക്സ് കണ്ടുപിടിച്ചത് ഹെൻറി സീലയാണ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും ആരാണ് കണ്ടുപിടിച്ചതെന്ന കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. സോ എല്ലാ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. IT മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റെതസ്കോപ്പ് പോലുള്ള ആ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സും ചോദിച്ചിട്ടുണ്ട്. അയൺ ബോക്സ് പോലുള്ള ജനറൽ യൂസിനുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ മേഖലയിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളും ആരാണ് കണ്ടുപിടിച്ചതെന്നും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 37ാമത്തെ ചോദ്യമാണ്. ദ ഓൺലി ഹിമാലയ റിവർ വിച്ച് ഫൈനലി ഫോൾസ് ഇൻ അറേബ്യൻ സീ. സോ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്ന, അറബിക്കടലിലേക്ക് പതിക്കുന്ന നദികളെ അതിലെ ഏതാണ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? സിന്ധു ആണ്. ഓക്കെ, വളരെ കുറച്ച് നദികൾ മാത്രമേ നമ്മൾ അറബിക്കടലിലേക്ക് പതിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ബേ ഓഫ് ബംഗാളിലാണ് ചേരുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര, യമുന, അതുപോലെ നമ്മുടെ പെനിൻസുലർ റിവേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എങ്ങോട്ടാണ്? അതെല്ലാം ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. സോ എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സിന്ധു നദിയുണ്ട്, നർമ്മദയുണ്ട്, താപ്തി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വളരെ കുറച്ച് നദികൾ മാത്രമാണ് എങ്ങോട്ടാണ്? നമ്മുടെ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്നത്. നർമ്മദയും താപ്തിയൊക്കെ ഹിമാലയ നദികളല്ല, അത് നോർത്തേൺ പ്ലേസിൽ ഒഴുകുന്ന നദികളാണ്. ഓക്കെ, സോ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി എല്ലാ നദികളും പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. കൂടുതൽ നദികളും പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. E.K. Janaki Ammal was reputed scientist born in Talasheri of the erstwhile Madras Presidency. She is famous for her contributions in the field of, ഏത് ഫീൽഡിലെ കോൺട്രിബ്യൂഷൻ ആണ് ജാനകി അമ്മാൾ ഫേമസ് ആയിട്ടുള്ളത്? ബോട്ടണി. ബോട്ടണിയുടെ ഫീൽഡിലെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ജാനകി അമ്മാൾ. അധികം ആരും അറിയപ്പെടാത്ത, എന്നാൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജാനകി അമ്മാൾ എന്ന് പറയുന്നത്. ജാനകി അമ്മാൾ, the first Indian woman botanist, E.K. Janaki Ammal ought to be more widely known for her huge contributions to science.
But she remains unknown within the country and outside academic circles, and even our textbooks have failed to teach our children about her glorious scientific history. So, ഓർത്ത് വെക്കുക, ബോട്ടണിയുടെ ഫീൽഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ആദ്യത്തെ വുമൻ ബോട്ടണിസ്റ്റ് കൂടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചാണക്യ ദ ഓഥർ ഓഫ് അർത്ഥശാസ്ത്ര വാസ് ദ റോയൽ അഡ്വൈസർ ഓഫ്. ആരുടെ അഡ്വൈസർ ആയിരുന്നു ചാണക്യ? അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ച ചാണക്യൻ ആരുടെ സഭയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായിരുന്നു? സോ ഇവിടെ ഉത്തരം വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്വൈസർ ആയിരുന്നു ചാണക്യ. ഓക്കെ, ചാണക്യ വാസ് ദ അഡ്വൈസർ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. Chandragupta was the founder of Mauryan Empire and the father of Bindusara. So ancient history എന്നുള്ളൊരു ചോദ്യമാണിത്. ചാണക്യ wrote Arthashastra. Chanakya is also known as Kautilya. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ മോതിരം ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് എട്ടാമത്തെ മോതിരം? സോ ഇവിടെ ആൻസർ വരുന്നത് KM മാത്യുവിന്റെ ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ ആത്മകഥകളും പഠിക്കുക. സോ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സോ KM മാത്യുവിന്റെ ആത്മകഥ എട്ടാമത്തെ മോതിരമാണ്. ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ഏതാണ്? അതിജീവനം. അതിജീവനം എന്ന ഓട്ടോബയോഗ്രഫി ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആണ്. KP കേശവ മേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ഓക്കെ, കഴിഞ്ഞ കാലം KP കേശവ മേനോന്റെ ആത്മകഥയാണ്. KM ചെറിയാന്റെ ജീവചരിത്രമാണ് ഹാൻഡ് ഓഫ് ഗോഡ്. ബയോഗ്രഫിയാണ് ഹാൻഡ് ഓഫ് ഗോഡ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ ആത്മകഥകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ ബിഗ്ഗസ്റ്റ് റൈസ് എക്സ്പോർട്ടിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ആസ് ഓഫ് 2018-19 ആരാണ്? ഓബ്വിയസ്ലി അത് ഇന്ത്യ ആണ് അല്ലേ. നിലവില് 2023-24 കാലത്തിലും അത് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, ഇന്ത്യ ഹാഡ് ദ ഹയസ്റ്റ് എക്സ്പോർട്ട് വോളിയം ഓഫ് റൈസ് വേൾഡ് വൈഡ് അറ്റ് 16.5 million മെട്രിക് ടൺസ് ആസ് ഓഫ് 2023-2024. Thailand was the second largest rice exporter with 8.2 million metric tons of rice worldwide in the year. Okay, 42ാമത്തെ ചോദ്യം നോക്കാം. Which of the following is not a disease affecting the eye? കണ്ണിനെ ബാധിക്കാത്ത രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്നതാണ്. മയോപ്പിയ കണ്ണിനെ ബാധിക്കുന്നതാണ്. കാറ്ററാക്റ്റും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. ന്യൂറോമയാണ് കണ്ണിനെ ബാധിക്കാത്തത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ന്യൂറോമ ഇസ് എ ഡിസ്ഓർഗനൈസ്ഡ് ഗ്രോത്ത് ഓഫ് നെർവ് സെൽസ് അറ്റ് ദി സൈറ്റ് ഓഫ് നെർവ് ഇഞ്ചുറി. ഓക്കെ, സോ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചുള്ള സെൻസ് ഓർഗൻസും മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. വൈറ്റമിൻസ് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. സോ ഡിസീസസ് ഒക്കെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ചോദ്യമാണ്. സോ ഇതിന്റെ മലയാളം ചോദ്യം ഞാൻ വായിക്കാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സ്ഥാപനം തൊഴിലാളികളുടെ പരസ്പര സഹായ സംഘം എന്ന നിലയിൽ സംഘടിപ്പിച്ചത് ആരുടെ ആശയത്തിൽ നിന്നും പ്രചോദനം കൊണ്ടാണ്? സോ ഇതും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ആണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇതും നവോത്ഥാന എന്ന രീതിയിൽ. സോ ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള എല്ലാവരെയും കുറിച്ച് നടരാജഗുരു, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ, ഓക്കെ, പ്രധാനപ്പെട്ട എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, പക്ഷെ എല്ലാവരെയും കുറിച്ച് അറിഞ്ഞു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട പാർട്ടീസ്, സ്ഥാപനങ്ങൾ, അവരുടെ ഐഡിയോളജീസ് എല്ലാം ചോദിച്ചു കാണാറുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ദ കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് പ്രൈമർലി ഇൻവോൾവ് ഇൻ പ്രൊട്ടക്ടിങ് ദ ബോഡി ഫ്രം ഇൻഫെക്ഷസ് ഡിസീസ് ആൻഡ് ഫോറിൻ ഇൻവേഡേഴ്സ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള രോഗാണുക്കളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ബ്ലഡിന്റെ ഏത് ഭാഗമാണ്? സിമ്പിൾ ആണല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായിക്കുന്ന ബ്ലഡിലെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, സോ ബയോളജിയിൽ നിന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്സ് വായിച്ചാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വിന്നർ ഓഫ് എഴുത്തച്ഛൻ പുരസ്കാരം 2020 ആരായിരുന്നു? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. ഇത് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. സോ ഇവിടെ ഉത്തരം വരുന്ന പോൾ സക്കറി ആണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? 2023 നേടിയ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 2023 ആരാണ്? ഡോക്ടർ SK വസന്തൻ. ഓക്കെ, ഡോക്ടർ SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്.
ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ് എല്ലാം പഠിച്ചു വെക്കുക. സാഹിത്യ അക്കാദമി അവാർഡ്സ്, ഓക്കെ, പ്രധാനപ്പെട്ട പത്മ അവാർഡ്സ് എല്ലാം തന്നെ പഠിച്ചു വെക്കുക. ഭാരതരത്ന ഉൾപ്പെടെയുള്ള എല്ലാ അവാർഡ്സും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ വേൾഡ് ഫേമസ് പെയിന്റിംഗ് മൊണാലിസ ഇസ് എ വർക്ക് ബൈ, ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ലിയനാർഡോ ഡാവിഞ്ചി. സോ ഫേമസ് പെയിന്റിങ്സും പെയിന്റേഴ്സും പഠിച്ചു വെക്കുക. അത് നമ്മുടെ PSC യിലും ചോദിക്കാറുള്ളതാണ്. സോ ഈസി ആയിട്ട് പഠിച്ചു വെക്കാം അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. കമ്പനി വിച്ച് ഹാസ് സപ്ലൈഡ് റഫേൽ ഫൈറ്റർ ജെറ്റ്സ് ടു ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ 2020 ആരായിരുന്നു? അത് ഡസോൾട്ട് ഏവിയേഷൻ ആണ്. ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ ഈ ഒരു ഫ്ലൈറ്റ്, ഓക്കെ, റഫേൽ ഫൈറ്റർ ജെറ്റ്സ് എടുത്തിരിക്കുന്നത്. സോ ഡസോൾട്ട് ഏവിയേഷൻ ആണ്. കമ്പനി എന്ന് കൂടി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ദ സ്ലോഗൻ ഇൻക്ലാബ് സിന്ദാബാദ് വാസ് കോയിൻഡ് ബൈ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് കിട്ടും. മൗലാന ഹസ്രത് മൊഹാനിയാണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്ത ഭഗത് സിംഗ് ഒക്കെയാണ്. പക്ഷെ ആ ഒരു ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ആ ഒരു മുദ്രാവാക്യം കോയിൻ ചെയ്തത് ആരാണ്? രൂപം നൽകിയത് മൗലാന ഹസ്രത് മൊഹാനിയാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൗൺ ഇൻ കേരള ഇസ് ദ സെന്റർ ഓഫ് പൈനാപ്പിൾ കൾട്ടിവേഷൻ? പൈനാപ്പിൾ കൾട്ടിവേഷൻ സെന്റർ ഏതാണ്? കേന്ദ്രം ഏതാണ്? വാഴക്കുളമാണ്. വാഴക്കുളം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ വാഴക്കുളമാണ് പൈനാപ്പിൾ കൾട്ടിവേഷന്റെ കേന്ദ്രം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കിം കി ഡുക്, ദ ഫേമസ് ഫിലിം ഡയറക്ടർ ഹു പാസ്ഡ് അവേ റീസെന്റ് വാസ് എ നേറ്റീവ് ഓഫ്, ഇതും കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് സൗത്ത് കൊറിയ ആണ്. പക്ഷേ നമുക്ക് ആ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് 2021 കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻസ് എക്സാമിന് ചോദിച്ചത്. 50ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പലതും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. അതുപോലെ കേരള ഹിസ്റ്ററിയിൽ റിനൈസൻസ് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, എല്ലാ മേഖലകളിൽ നിന്നും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സയൻസ് ഒക്കെ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.